നിങ്ങൾക്ക് വേണ്ടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റാണ് റെഡിയാക്കുന്നത്. നിങ്ങൾക്കിതിനെ എന്ത് പേരിട്ടും വിളിക്കാം. കുഴിയപ്പമെന്നോ ഉണ്ണിപ്പനിയാരെന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം. പക്ഷേ നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റായിട്ടുള്ളൊരു അപ്പമാണ്. ഇത് ബാജിയോ അല്ലെങ്കിൽ ചിക്കൻ കറിയോ അല്ലെങ്കിൽ ചമ്മന്തിയോ ഏതിൻ്റെ കൂടെയും കൂട്ടി കഴിക്കാൻ രസമാണ്. ഞാൻ ഇതിനൊപ്പം കഴിക്കാനായിക്കൊണ്ട് ടൊമാറ്റോ ചട്നിയാണ് ചെയ്തിട്ടുള്ളത്. ഈ അപ്പം റെഡിയാക്കാൻ 3-4 മണിക്കൂർ കുതിർത്തെടുത്ത പച്ചരി വേണം. ഞാനൊരു 2 കപ്പ് പച്ചരിക്കാണ് ചെയ്തിട്ടുള്ളത്. ഏവർക്കും വടക്കൻ മലബാർ രുചിയിലേക്ക് സ്വാഗതം. ഇന്നത്തേത് ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഒരെണ്ണം എടുത്ത് പൊട്ടിച്ച് നോക്കിയാൽ ഫുൾ ഫിൽഡ് ആയിട്ടുള്ള അപ്പമാണിത്. ഈ അപ്പം ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസും മെത്തേഡും കാണുക. 2 കപ്പ് പച്ചരി ഓവർനൈറ്റ് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ അരി നൈസായിട്ട് അധികം തരിതരിപ്പൊന്നും ഇല്ലാതെ അരച്ചെടുക്കണം. ഒരു 1/2 കപ്പ് വെള്ളം ചേർത്താൽ മതിയാവും. ഈ 2 കപ്പ് അരി 2 തവണയായിട്ടാണ് അരച്ചെടുത്തത്. ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ടുണ്ട്. നമ്മുടെ ദോശമാവിനേക്കാളും കുറച്ചുകൂടി അയവിനാണ് വേണ്ടത്. അരി 2 തവണയായിട്ട് അരക്കുമ്പോൾ 1/2 കപ്പ് വെള്ളം രണ്ടിലും ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഇത്തിരി വെള്ളം മിക്സി ജാറ് കഴുകിയിട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇത്രയും നോക്കിയിട്ട് നമുക്ക് അയവ് എത്രത്തോളം വേണമെന്ന് നോക്കാം. അധികം കട്ടിയാവരുത്, അധികം ലൂസും ആവരുത്. അരച്ചെടുത്ത ബാറ്ററിലോട്ട് 2 ടേബിൾ സ്പൂൺ ഡെസിക്കേറ്റ് കോക്കനട്ട് ചേർത്ത് കൊടുക്കുന്നത്, അതായത് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന ഉണക്ക് തേങ്ങാപ്പൊടി. കൂടാതെ ഈ ബാറ്ററിലോട്ട് 1 ടീസ്പൂൺ വടിച്ച് നമ്മുടെ ബേക്കിംഗ് പൗഡർ, സോഡയല്ല പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നല്ല സോഫ്റ്റായി കിട്ടാനാണ് ഇത് ചേർക്കുന്നത്. പിന്നെ പാകത്തിന് ഉപ്പ് പൊടിയും എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത ശേഷം അധികം കാത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഉണ്ണിയപ്പച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായാൽ നമ്മുടെ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ വെളിച്ചെണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്തത്. ശേഷം ഒരു ഗ്ലാസ്സിലോ അല്ലെങ്കിൽ കയ്യിൽ കൊണ്ടോ കോരി ഒഴിക്കുക. ഓരോ കുഴിയിലും ഒരു 1/4 ഭാഗം. ശേഷം ഒന്ന് അടച്ച് വെക്കുക. ഫ്ലെയിം അധികം കൂട്ടി വെക്കരുത്. ഒരു മീഡിയം ഇതിലേക്ക് വെച്ചിട്ട് ഒരു 4 മിനിറ്റിൽ കൂടരുത്. അതിൽ കുറഞ്ഞാലും കുഴപ്പമില്ല. ഒന്ന് തുറന്നിട്ടൊന്ന് നമ്മൾ ടൂത്ത് പിക്ക് കൊണ്ട് അങ്ങനെ ഒന്ന് കുത്തി നോക്കുക. അത് വെന്തിട്ടുണ്ടെങ്കിൽ എടുത്ത് മാറ്റാം. ഈ അപ്പത്തിൻ്റെ ബാറ്റർ ഈ ലൂസിലാണ് വേണ്ടത്. അധികം കട്ടിയായി പോവരുത്, അധികം ഇതിലപ്പുറം ലൂസും ആവരുത്. ഇത് ഒരു 3-4 മിനിറ്റ് കൊണ്ട് നന്നായിട്ട് വെന്ത് കിട്ടും. മറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ തന്നെ കുത്തിയെടുക്കാൻ പറ്റും. നല്ല സോഫ്റ്റും ടേസ്റ്റും ആയിട്ടുള്ള ഉണ്ണിക്കുഴിയപ്പം റെഡി. ഉണ്ണിപ്പണിയാരം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഏത് കറിയും കൂട്ടി കഴിക്കാൻ പറ്റും. ചിക്കനോ അല്ലെങ്കിൽ ബാജിയോ, നമുക്ക് വെജിറ്റേറിയൻ ബാജിയോ അല്ലെങ്കിൽ മട്ടനോ ഏത് കറിയും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഒന്നുകിൽ ചമ്മന്തി, ഞാൻ ഒരു ചമ്മന്തി ടൊമാറ്റോ ചമ്മന്തിയാണ് ചെയ്തിട്ടുള്ളത്. അതും കൂട്ടിയാണ് ഞങ്ങൾ കഴിച്ചത്. എളുപ്പം വഴി ചെയ്യാൻ പറ്റുന്ന ഈ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതും കൂടി ഒന്ന് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.